സുഖാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു വീഡിയോ നോക്കാം. അപ്പോൾ പ്രത്യേകിച്ചിട്ട് പണിയൊന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല എലഗൻ്റായിട്ടുള്ള ഒരു ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഹാങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൂക്സിലല്ല ഹാങ് ചെയ്യുന്നത്, ഒരു ചെറിയൊരു മരത്തടിയിലാണ്. പേരത്തടിയാണ് കേട്ടോ. പേരയാകുമ്പോൾ കുറേ നാൾ നിൽക്കും. അല്ല, നിങ്ങൾക്ക് തേക്കിൻ്റെയൊക്കെ തടി കഷ്ണം ഉണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും. അതുപോലെ പേരത്തടിയാണ് പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ട് ഹൂക്സിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക, നല്ല ഫ്രീസായിട്ട് നിൽക്കുന്നത്. അല്ല, ഇതെങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നേരെ ഇതിനകത്തേക്ക് എന്തെല്ലാമാണ് ക്രിയേറ്റിവിറ്റീസ് കൊണ്ടുവരുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സാധാരണ മണി പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല വൂളൻ ത്രെഡ് ഉണ്ട്. ഇപ്പോൾ ഒരു 7-8 രൂപയാകുമായിരിക്കും ഒരു വലിയ ബണ്ടിലിന്. അപ്പോൾ അത് ഇതുപോലെ 4ആക്കി, അതായത് ഫുൾ ഒരു 8 സ്ട്രാൻഡ് കൂട്ടിക്കെട്ടി എടുത്തിട്ട് അതിൻ്റെ ബോട്ടം പീസായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിനെ ഈ 2 സ്ട്രാൻഡ് ഇതുപോലെ ചേർത്ത് നമ്മൾ ഒരേ ലെവലിന് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ആ 2 വീതം കെട്ടിയതുപോലെ തന്നെ ബാക്കി 4 കെട്ടിക്കൊടുക്കുക. അപ്പോൾ നേരത്തെ ആ കൂട്ടിക്കെട്ടിയ ആ ഭാഗം ബോട്ടം പീസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് കുരുങ്ങിപ്പോവാതെ നോക്കുക കേട്ടോ. അത് കുരുങ്ങിയാൽ നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ തുന്നി പോകുന്നതെല്ലാം തെറ്റിപ്പോവും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നില്ല. പിന്നെ അതിൽ നിന്ന് ഒരു സ്ട്രാൻഡും ഇതിൽ നിന്നൊരു സ്ട്രാൻഡും, അപ്പോൾ അങ്ങനെ തമ്മിൽ കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ബോട്ടിലിൻ്റെ മുകളറ്റം വരെയും അങ്ങനെ നെയ്ത് പോവാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് വന്നതിന് ശേഷം മുകളിൽ നമുക്ക് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ കുപ്പികൾ, നിങ്ങൾക്ക് കുപ്പികളൊക്കെ കളഞ്ഞ് കിട്ടുവാണെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോഴും പ്ലാന്റ് ചെയ്യാനായിട്ട് വാട്ടറിൽ പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് ഫിലോഡെൻഡ്രോൺസ്, അതുപോലെ തന്നെ പോത്തോസ്, മണി പ്ലാന്റ്സ്, അതൊക്കെയാണ്. ഇനി നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ക്രാഫ്റ്റ് മെത്തേഡ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഷെൽസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ, നമ്മൾ ഈ ചോറൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന ഫോയിലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കീറിപ്പോവാതെ നിവർത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇനി നമ്മൾ ആ ഒരു കോക്കനട്ട് ഷെല്ലിനകത്തേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഗമ്മോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആ കോക്കനട്ട് ഷെല്ലിനകത്തേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞങ്ങ് എടുക്കുക. ഇനി നമുക്ക് ഹോൾസ് വേണം. ഇത് ഹോൾസുള്ള ചിരട്ടകൾ നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഹോൾസുള്ള ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ 3 ഹോൾസ് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നൈലോൺ ത്രെഡായിരുന്നു. അപ്പോൾ നേരത്തെ ആ ഒരു കമ്പ് കഷണം അത് ഹാങ് ചെയ്യാനും ഇത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചൂണ്ടനൂലാണ്. അപ്പോൾ ചിരട്ടയിലേക്ക് ഞാൻ എപ്പീഷ്യയും ബേബി ടിയേഴ്സും അതുപോലുള്ള 1-2 ചെടികൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ തണ്ടുകളാണ് വെച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 മാസത്തെ അപ്ഡേറ്റ് ആണ്. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും മിക്കപ്പോഴും എൻ്റെ മാക്സിമം ഞാൻ ഒരുപാട് ദിവസത്തെ അപ്ഡേറ്റ്സ് ചേർത്തിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ ആണോ, നിങ്ങളുടെ ഗാർഡനിൽ ഇത് പരീക്ഷിക്കാൻ കൊള്ളാവോ, ഇത് വിജയിക്കുമോ എന്ന് കണ്ടിട്ട് മാത്രമേ ഞാനത് പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രീം ക്യാച്ചർ അക്വേറിയം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാനിത് ഹൂക്സ് ഇല്ലാതെ എങ്ങനെ പ്ലാന്റ് ഹാങ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണെന്ന്. ശരിക്കും അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നീട് ഞാനത് മാറ്റി കേട്ടോ. ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്, അപ്പം മീങ്ങൾക്ക് അത് കേടായിരിക്കും. പിന്നെ ഒരു ചെറിയ പോട്ടിലായിട്ടത് എല്ലാവർക്കൊക്കെ അറിയാവുന്ന ഈ ഒരു പ്ലാന്റ് ഫാൾസ് ഹെദർ എന്നാണ് പറയുന്നത്. ഇതിവിടെ നിന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ 2 മാസത്തിന് ശേഷമുള്ളൊരു മാറ്റമാണിത്. ഇപ്പം നിറച്ച് ശാഖയൊക്കെ വന്ന്, എനിക്കറിയില്ലായിരുന്നു ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ നല്ലതാണ്. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അത്യാവശ്യം മീഡിയം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. മിക്കവാറും മോർണിംഗ് സൺലൈറ്റാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കോക്കനട്ട് പോട്ട്സിൽ വെച്ച് കൊടുത്തിരുന്നത് ക്രീപ്പിംഗ് ചാർലിയും ബേബി ടിയേഴ്സും പിന്നെ ടാങ്കിൾഡ് ഹാർട്ടും എപ്പീഷ്യയൊക്കെ ആയിരുന്നു.
അപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ നേരത്തെ ഞാൻ വെച്ച് കൊടുത്ത സമയത്ത് കണ്ടിരുന്നില്ലേ, 3-4 കമ്പുകൾ ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കായിരുന്നു. നന്നായിട്ട് താഴേക്ക് വളർന്ന് നിറച്ച് ശാഖകളൊക്കെ വന്ന് അതേ കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുത്തിരുന്ന പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പോൾ നല്ലതായി, നല്ല ഭംഗിയായി. ഇപ്പോൾ ഒരു പെട്ടെന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായി മാറിയിട്ടുണ്ട് ഇവിടെ. എപ്പീഷ്യ ഈ ഒരു കോക്കനട്ട് പോട്ടിൽ അഡ്ജസ്റ്റ് ആവുമെന്ന് നല്ല ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ല, ഇതുവരെയും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ 2 മാസമായിട്ടുണ്ട്. അപ്പം വേറെ മുകളിലായിട്ട് ഞാൻ ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ വൈനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കമ്പിലേക്ക് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഹാങ് ചെയ്യാനും അല്ലാതെ നമുക്ക് ക്ലൈമ്പിംഗ് പ്ലാന്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്ലാന്റാണിത്. പിന്നെ ഇവിടെ ഒരു പോത്തോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് അതേ കുപ്പിയിൽ തന്നെ ഒരു ഫേൺ, ഇതുപോലൊരു ക്രീപ്പിംഗ് ഫേൺ, അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആ കമ്പിൽ ചുറ്റിയിരിക്കുമ്പോൾ വേറൊരു പ്രത്യേക ഭംഗി. ഈ ഫോൾസ് ഹെദറിന് മെക്സിക്കൻ ഹെദർ എന്നൊക്കെ പറയും കേട്ടോ. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, വൈറ്റും റെഡും ഒക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് ഹാങ്ങിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ സ്പാനിഷ് മോസ് വാങ്ങിച്ച സമയത്ത് ചെറിയൊരു പീസ് അടർന്നു പോയി, അതും കൂടെ ഞാൻ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മരച്ചില്ല നിങ്ങൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഡബിൾ ഇട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ, ആ ഒരു തങ്കൂസ് പോലെ. അപ്പോൾ നല്ലതായിട്ട് വെയിറ്റ് ഹാങ് ചെയ്ത് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടൻസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി, എല്ലാത്തിനുമുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചാനലാണ്, പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവർ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.